ഞങ്ങള് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കാണലും പറയലും ഒക്കെ അങ്ങ് സ്റ്റേഷനില്. പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് വാ. അങ്ങനെയാണെങ്കിൽ സാറിപ്പ സ്റ്റേഷനിൽ ഉണ്ടാവുമായിരുന്നല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് 24 മണിക്കൂറും ഡ്യൂട്ടിയില്ല. ഇതിപ്പോ വീടും സ്റ്റേഷൻ പോലെ തന്നെയാ. മോളെ, നീ ധൈര്യമായിട്ട് പറ. സർ, ത്യാഗരാജനെ കാണാതായ കേസില് ഞങ്ങളുടെ കുടുംബത്തെ വലിച്ചഴിക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഇത് ത്യാഗരാജന്റെ ബോധപൂർവമുള്ള കളികളാ. അയാൾ എവിടെയാണെന്നോ അയാൾക്ക് എന്തു പറ്റിയെന്നോ ഞങ്ങൾക്ക് അറിയില്ല. വിശ്വസിച്ചു. എന്താ? അല്ല, പോലീസിനെ ഷോയ്ക്കാണോ വെച്ചിരിക്കുന്നത്? പോലീസ് അന്വേഷിക്കും, പോലീസ് കണ്ടെത്തും. പോലീസ് പറയും കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന്. പോലീസ് പറയല്ല, പോലീസിനെ കൊണ്ട് പറയിക്കാൻ നീക്കം നടത്തുകയെന്ന് ഞാൻ അറിഞ്ഞു. ഏകപക്ഷീയമായിട്ട് സർ കാര്യങ്ങൾ തീരുമാനിക്കരുത്. പൂർണ്ണ അന്വേഷണം നടത്തിയ പ്രതികളെ നിശ്ചയിക്കാവൂ. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീയോ? എന്റെ പേര് പ്രഭാവതി എന്നാ. നീ എടി ആ രീതിയിലുള്ള വിളികളൊക്കെ സാറിന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് മതി. പിന്നെ ഒരു തെളിവുമില്ലാതെ വെറുതെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. തീരുമാനമെടുത്താ കുഴപ്പം? കുഴപ്പമുണ്ട് സർ. സാർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കും. എന്താ പറഞ്ഞേ? കുറ്റം അടിച്ചേൽപ്പിച്ച് ഒരാളെ സാർ അറസ്റ്റ് ചെയ്താൽ അയാളെ 24 മണിക്കൂറിനകം ഈ പ്രഭാവതി പുറത്തിറക്കും. ഇത് പറയാൻ നമ്മളാരാണാവോ? ജഡ്ജിയോ? ഞാൻ ജഡ്ജിയാണോ പോലീസാണോ എന്നൊക്കെ അതിന്റെ അവസരം വരുമ്പോ സാർ കാണും. കൂടുതൽ ചലിക്കാതെ ഇറങ്ങിപ്പോയ്ക്കോ, അതാ നല്ലത്. എന്താ ഏട്ടാ? ഒന്നുമില്ല, നീ അകത്ത് വയ്ക്കോ. സഹോദരി, നിങ്ങളുടെ ഭർത്താവ് ഒരു നിയമപാലകനാ. നിയമം പാലിക്കാൻ അദ്ദേഹത്തോടൊന്ന് ഉപദേശിക്കണം. നിയമം കയ്യിലെടുക്കാൻ സമ്മതിക്കരുത്. നോക്ക്, നിന്റെ ഭർത്താവ് ജയിലിലാണെന്ന് ഓർമ്മ വേണം. ഇയാളോടല്ലേ പറഞ്ഞത് നീ നിന്റെ എന്നൊന്നും വിളിക്കരുതെന്ന്? എനിക്ക് സൗകര്യമുള്ളൂ ഞാൻ വിളിക്കും. ഓ, എന്നാ നീ കേട്ടോടാ. എന്റെ ഭർത്താവ് ജയിലിലാണെന്ന് നിനക്കാ ഓർമ്മ വേണ്ടത്. ജയിലിൽ കിടക്കുന്ന ആളിന് പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും. ഞങ്ങളെ ഇനി വേദനിപ്പിച്ച അദ്ദേഹം പകരം ചോദിക്കും. അമ്മേ, വന്ന് നമുക്ക് പോവാം. വിളിച്ചോണ്ട് പോ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കി എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. ഏട്ടാ, ഏട്ടന്റെ സ്വഭാവം എന്താ ഇങ്ങനെ? നിങ്ങൾ പൊക്കോളൂ ഏട്ടാ. സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കും. എന്താണോ ഇത്? നിങ്ങളുടെ ഭാര്യയല്ലേ അത്? ഞാനും എന്റെ ഭാര്യയും സംസാരിക്കുന്നിടത്ത് നീ എന്തിനാ ഇടപെടുന്നത്? ഇറങ്ങടി, ഇറങ്ങടി ഇങ്ങോട്ടും. ഇറങ്ങാൻ കൈയെടുക്കണ. എടുക്കാൻ പെണ്ണിന്റെ ദേഹത്ത് നിന്റെ അധികാരത്തിന്റെ കൈ വീണ ആ കൈ ഞാൻ വെട്ടും. പിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നീ അനുഭവിക്കും. നിന്നെ തല്ലിയതിനൊരു കേസ് വിട്ടോണ്ട് നാളെ വാ. നീ എന്റെ കൈ കയറി പിടിച്ചതിന് ബാക്കി ഞാൻ അപ്പ തരാം. വാ മോളെ. എന്താ ചേട്ടാ ഇതൊക്കെ? കേറി പൊടിയകത്ത്.